ശ്രമം നടത്തുന്നുണ്ടായിരുന്നെങ്കിലും JSSുമായിട്ട് സേട്ടുമായിട്ടും ഒക്കെ എങ്ങനെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒരു ഫലപ്രദമായ അവസ്ഥയിലെത്തിയിരുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില മീഡിയേറ്റർമാർ നിന്നുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ടൊരു ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാക്കി. പല പ്രാവശ്യം നേരത്തെ അവരത് ആവശ്യപ്പെട്ടിരുന്നതാണെങ്കിലും നമ്മളത് തയ്യാറായിരുന്നില്ല. ഈ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വേണ്ടി വന്നാൽ വിടുകയും ഒരു മൂന്നാം മുന്നണി രൂപീകരണത്തിന് തയ്യാറാവുകയും ചെയ്യും എന്നുള്ള ഒരവസ്ഥയിൽ മുസ്ലിം ലീഗുമായിട്ടൊരു ചർച്ച നടത്തുന്നതിന് ചില മീഡിയേറ്റർമാരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാവുകയും അങ്ങനെ ഒരു ചർച്ച നടക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ PDP അതിൽ കണ്ടത് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മുസ്ലിം ലീഗിനോട് PDPക്കുള്ള ഏറ്റവും പ്രധാനമായ വിരോധം പ്രശ്നം കോൺഗ്രസുമായിട്ടുള്ള ബന്ധമായിരുന്നു. അപ്പോൾ ആ കോൺഗ്രസ് ബന്ധം വിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങി വരികയും ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കുകയും ചെയ്യുകയാണ്. അതിന് മുസ്ലിം ലീഗ് കൂടി മുൻകൈ എടുക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അത് വളരെ ഫലം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുസ്ലിം ലീഗുമായിട്ട് അങ്ങനെ ചർച്ച നടത്തി. പക്ഷെ അങ്ങനെ മുസ്ലിം ലീഗുമായിട്ട് നടത്തിയ ചർച്ച മുസ്ലിം ലീഗ് ആ ചർച്ച എങ്ങനെ കണ്ടു എന്നുള്ളതല്ല എന്നത് ഒരു ഭാഗത്തുള്ള ഒരു വിഷയം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നടത്തിയ ഒരു ചർച്ചയെ ഇവിടുത്തെ പല മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഒക്കെ കൂടി അത് മുസ്ലിം ലീഗുമായിട്ട് PDP കോംപ്രമൈസ് ആവുകയാണ്, അങ്ങനെ ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം മുസ്ലിം ലീഗിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗുമായി ചേർന്ന് UDFൽ പങ്കാളിയാകാൻ പോകുന്നു എന്നുള്ളൊരു പ്രചരണം അതിശക്തമായി അഴിച്ചുവിടപ്പെട്ടു. അപ്പോൾ ആ സാഹചര്യത്തിൽ പാർട്ടി മെഷീനറി വേണ്ടവണ്ണം വർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും പാർട്ടിക്ക് ഒരു മുഖപത്രം ഇല്ലാത്തത് കൊണ്ടും ഒക്കെ കൂടി ഈ വിവരങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗുമായിട്ട് നടത്തിയ ചർച്ച ഒരു തേർഡ് ഫ്രണ്ട് രൂപീകരിക്കാൻ വേണ്ടി ആയിരുന്നു, UDFന്റെ ഭാഗമാകാനായിരുന്നില്ല എന്നത് പാർട്ടി അണികളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് പാർട്ടി നേതൃത്വം വളരെ ദയനീയമായി പരാജയപ്പെട്ടു. എനിക്ക് എൻ്റെ ഉമ്മമാരോടും പെങ്ങന്മാരോടും പറയുവാനുള്ളത്, ബാബരി മസ്ജിദ് തകർത്തതിന് കാരണക്കാരായ കോൺഗ്രസുകാരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം. ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിച്ചു തരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറി അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ വാഗ്ദാനങ്ങളും മറന്നുകളഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തണം. ശിവഗിരി സംഭവത്തിൽ AK ആന്റണിയുമായി തെറ്റിയ PDP പക്ഷേ പിന്നീട് വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തുണച്ചു. ഇരു മുന്നണികളെയും വിശ്വസിക്കാനാവാതെ നിലപാടുകൾ മാറി മാറി വന്നു. പെൺവാണിഭ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അതിലെ എല്ലാ പ്രതികളെയും CBI അന്വേഷണത്തിലൂടെ എങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് PDPയുടെ അഭിപ്രായം. അപ്പൊ ഗവൺമെന്റ് അവരുമായിട്ട് ഒത്തുകളിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ട് ഗവൺമെന്റ് ഒത്തുകളിക്കുന്നു. ഗവൺമെന്റിന്റെ തികഞ്ഞ സഹായത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽപ്പെട്ട പലരും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്തു നിൽക്കുന്നത് എന്നാണ് PDPയുടെ അഭിപ്രായം. ഐസ്ക്രീം പെൺവാണിഭ കേസിൽ ലീഗ് നേതാക്കൾക്കെതിരെ കടുത്ത നിലപാടാണ് മദനി പരസ്യമായി എടുത്തത്. ഇപ്പോഴും ദുരൂഹമായ ചില സാഹചര്യങ്ങളിൽ മദനി അറസ്റ്റിലായി.